ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച തന്നെ മന്ദാകിനി മൂവി കണ്ടിരുന്നു. ലുലു PVR എന്ന പടം കാണുന്നത് 9:30 ഷോ കണ്ടു. അന്ന് തലവൻ ഹൗസ്ഫുള്ളായിരുന്നു, മന്ദാകിനി ഹൗസ്ഫുള്ളായിരുന്നു, ടർബോ ഹൗസ്ഫുള്ളായിരുന്നു, ഗുരുവായൂർ അമ്പലനട ഹൗസ്ഫുൾ. 4 ഷോ എന്ന ഹൗസ്ഫുള്ളായിരുന്നു. 9:30 9 മണി 9:15 ഷോ. അപ്പോൾ നമ്മൾ പടം കണ്ടു. ഇന്നലെ വീണ്ടും പടം കണ്ടു. ഇന്നലെ ജോസ് തിയേറ്ററിൽ നിന്ന് ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം വീണ്ടും പടം കണ്ടു. അവിടെ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. ജോസിലും ഇന്നലെ ഹൗസ്ഫുള്ളായിരുന്നു പടം. അപ്പോൾ വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനി എന്നൊരു പടം നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പാട്ടുകളായാലും പിന്നെ ഇവർ ഒന്നിക്കുമ്പോൾ അനാർക്കലും വരയ്ക്കാറ് അൽത്താഫ് സലീം ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു പടം കണ്ടത്. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല. ഒരു സിമ്പിൾ മൂവി, സിമ്പിൾ കോമഡി, ഫാമിലി, അടിപൊളി സാധനം, രക്ഷയില്ലാത്ത മൂവി, നല്ല എന്റർടൈൻമെന്റ് ആണ്. എന്നാൽ സെക്കൻഡ് ടൈമിൽ കണ്ടപ്പോൾ എനിക്ക് യാതൊരു ബോറടിച്ചില്ല. നല്ല എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ കുഞ്ഞു മൂവി. 2 മണിക്കൂർ 10 മിനിറ്റ് പടമുള്ളൂ. അടിപൊളിയാണ് സാധനം. അപ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതിൽ അൽത്താഫ് സലീം തന്നെയാണ് നമ്മുടെ നായകനായിട്ട് വരുന്നത്. ആളുടെ മാനറേഴ്സ് നമുക്കറിയാം. അപ്പോൾ ആ മാനറേഴ്സ് വിടാണ്ട് പിടിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡി അടിച്ച് പൊളിച്ച് തകർത്ത് ചെയ്യുന്നുണ്ട്. രക്ഷയിലായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വിനീത് തട്ടിൽ അളിയനായിട്ട് ചെയ്യുന്ന ഉണ്ണിയേട്ട ആർമാദിച്ചിരിക്കുകയാണ്. എൻ്റെ മോനെ, ഉണ്ണിയേട്ട പോലീസ് സാധനം. അങ്ങനത്തെ ഒരു അളിയെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു. ആ ജാതി വൈബ് സാധനം. ഫുൾ ടൈം വെള്ളം അടിച്ച് ഒരു ദിവസത്തെ കഥ ശരിക്കും. ഇത് കല്യാണം നടന്നു. പിറ്റത്തെ ദിവസം രാവിലെ വരെയുള്ള പുലർച്ചെ വരെയുള്ള കഥ ശരിക്കും. ഇടയ്ക്ക് ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ് കല്യാണ വീട്ടിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ്, അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ. പിന്നെ സാധാരണ നമ്മൾ നാട്ടുമ്പുറത്ത് കല്യാണ വീട്ടിൽ കാണുന്ന പോലെ കല്യാണ വീട്, വരദൂഷണം പറയുന്ന കുറച്ച് ആളുകൾ, വെള്ളടി പാർട്ടി, കുക്ക് ചെയ്യുന്ന ആളുകൾ, എല്ലാവരും ആളുകളും നന്നായി എടുത്തിട്ടുണ്ട്. നാട്ടുമ്പുറാണ്, അപ്പം അതിൻ്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പടം നടക്കുന്ന നെടുമ്പാശ്ശേരി ഭാഗത്താണ്. അപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയണ 5:30 രമ്പ പോകുന്നു, 6:30 ഇത് പോകുന്നൊക്കെ നമ്മൾ ഒരു ബസ് വരുമ്പോൾ പറയില്ല ഇന്ന് 9:00 ഓളത്തിലുണ്ടാവുന്നൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മ വന്നു. ഫ്ലൈറ്റിന് ഓരോ സമയത്തിന് ഓരോ പേരെടുത്തേക്ക് വരും. ഓരോ പേരിട്ട് കൊടുത്തേക്ക് ഓരോ സമയത്തിന്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ നാട്ടുമ്പുറത്ത് നിഷ്കളമായ ആളുകൾ, എന്താ പറയാ, കുറ്റം പറയുന്ന ആളുകൾ എല്ലാം കാണാൻ പറ്റും. വെള്ളമടി പാർട്ടി, അടിപൊളി വെള്ളമടി പാർട്ടി അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ രസമായിട്ട്. ഉണ്ണിയേട്ടൻ എന്ന് വെച്ചാൽ പിന്നെ തെറ്റിൽ അത്യാവശ്യം ഒരു ഗുണ്ടായിസൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് 2 ക്യാരക്ടർ വെള്ളമടിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ രസമായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കോംബോ ആണ് ഇവർ തമ്മിൽ. പിന്നെ എല്ലാവരും പെർഫോം ചെയ്ത് അനാർക്കലി വരയ്ക്കാറ് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കധികം റോള് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ആളുകളുടെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, എടുത്ത് പറയണം. പിന്നെ ഗണപതി പക്ക ഉടായ്പ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗണപതിമാരെ നമുക്ക് കാണാൻ പറ്റും. പക്ക ഉടായ്പാണ് ആള്. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം നമുക്ക് അറിയാലോ. ആ രീതിയിൽ പോകുന്ന ഒരാള്. പിന്നെ സരിത കുക്കു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയ വാര്യർ ഒരു ഗസ്റ്റ് റോള് വരുന്നുണ്ട്. ജൂഡാനൊരു പോലീസ് ഓഫീസർ. ലാൽ ജോസ് ലാൽമൽക്കാരെ ഫാദർ ആയിട്ടുള്ള റോൾ നന്നായിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയമുള്ളൂ. ജാഫർ ഇടുക്കി, അത് ആള് എല്ലാ പടത്തിലും ചെയ്യുന്നത് പോലെ. ബബിത ബഷീർ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടിയേട്ടൻ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയണം. കുട്ടിയേട്ടൻ അഖിൽ, അല്ല ഫുൾ പേരെന്താ, അജയ് വാസുദേവ്, ലാൽ ജോസ്, ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. എല്ലാവരും അവർക്ക് ചെറിയ റോളുള്ളെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിട്ടുള്ള റോളുകളാണ്. പിന്നെ കുട്ടി എന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിലുള്ള ആളാണ്. ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന ഒരു ടീം. പിന്നെ പ്രതീഷ്, വിനോദ് ഗിന്നസ്, ബബിത ബഷീർ, ജിയോ ബേബി, രശ്മി അനിൽ, കുട്ടിയക്കിൽ, ശിവാനി. കുട്ടിയക്കിൽ രസമായിട്ടുണ്ട്. ആള് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്. പക്ക എന്റർടൈൻമെന്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബോറടി ഇല്ലാതെ സംഭവിക്കുന്ന അടിപൊളിയാണ്. പിന്നെ അൽത്താഫിന്റെ അമ്മയെ റോള് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. ഭയങ്കര. പിന്നെ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കഥാപാത്രമാണ്. സ്ത്രീകൾ എന്താണെന്ന്, അവരുടെ പവർ എന്താണെന്ന് ഈ പടത്തിൽ കറക്റ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ അടിപൊളിയാണ്. ആ സ്ത്രീകൾക്കുള്ള ഇമ്പോർട്ടൻസ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ മൊത്തത്തിൽ ഒരു 1 ടൈം വാച്ചബിൾ മൂവി, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സാധനം. അടിപൊളിയാണ്. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. ഞാൻ ഇന്നലെ സെക്കൻഡ് ടൈം കണ്ടപ്പോൾ എനിക്ക് യാതൊരു ബോറടിയും തോന്നിയില്ല പടം കാണുമ്പോൾ. എല്ലാവരും, എസ്പെഷ്യലി വിനീത് തട്ടില് ഭയങ്കര കഴിവുള്ളൊരു കോമഡി താരമാണ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആള്. ഓൾമോസ്റ്റ് എല്ലാവരും. ജിയോ ബേബി എടുത്ത് പറയുന്നത്. ജിയോ ബേബി ഒരു ക്യാരക്ടർ ഉണ്ട്. അയ്യോ, ആള് പുറത്താണ് ആള്. അപ്പൊ കല്യാണം കൂടാൻ വേണ്ടി 2 ഫുള്ളൊക്കെ പിടിച്ച് വരിക. ആ ഫുള്ളൊരു തുള്ളി അടിക്കാൻ കിട്ടാത്തൊരവസ്ഥ വരെയാണ്. അതാള് വിളിക്കുന്ന വെച്ചിട്ട് പാതിരാത്രി വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സീനാണ്. ഉണ്ണി എന്തായി വെയിറ്റ് വിളിക്കാം. അത് പറയുന്ന സീൻ അവസാനം ലൂബിക്കൊക്കെ ആള് പാർസൽ ചെയ്ത് കൊണ്ടുവരുന്ന സീനുണ്ട്. അവസാനം അയ്യോ, തിയേറ്ററിൽ ആളെ കാണുമ്പോ ചിരിയാണ്. ഒരു രക്ഷയിലായിട്ട് ചെയ്തിട്ടുണ്ട് ജിയോ ബേബി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. അയ്യോ, ഒരു രക്ഷയില്ല.
ആ ക്യാരക്ടർ. പിന്നെ വിനീതട്ടിലും ഇവര് തമ്മിലുള്ള ജാഫറിടിക്കാനുള്ള കുറെ സീനുകളുണ്ട്. പിന്നെ ഒരു ടീം, കുറെ പേരുള്ള ഒരു ടീം, അവരുണ്ടാക്കുന്ന കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് സാധനം. ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ സാധനമാണ്. പടം കയറും ഉറപ്പ്. തിങ്കളാഴ്ച മുതൽ പടത്തിന് നല്ല കയറ്റം വരും, മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ഹിറ്റാണ്. അന്ന് 100 കോടി 50 കോടി എന്നല്ല പറയുന്നത്. അത്യാവശ്യം കളിക്കാൻ പോകുന്ന ഒരു പടം തന്നെയാണ്. തലവന് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി 2 പ്രാവശ്യം കണ്ടോണ്ട് ഇനി ഫാമിലി ആയിട്ട് പോകുന്നില്ല. അവരെന്തായാലും ഫാമിലി ആയിട്ട് പോകണം, അച്ഛനമ്മയ്ക്കായിട്ട് പോട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഓക്കെ, അവർക്ക് കുരി പൊട്ടണ്ട. ഓക്കെ, ശരി, ബൈ.